കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിച്ചു പോകുമ്പോൾ കർത്താവ് ആ കാലഘട്ടത്തിൻ്റെ തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ്റെ അനുതാപത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും ഈശോയുടെ ദൈവരാജ അനുഭവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചൊക്കെ പ്രഘോഷിക്കപ്പെട്ടിട്ടും അതൊന്നും സ്വീകരിക്കാതെ നിസ്സംഗതയോടെ നിന്ന ഒരു ജനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കുന്നു. ശരിക്കും മനസ്സിലെത്തി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തലമുറ എക്സാക്റ്റ്ലി കർത്താവ് പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇത് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈശോ പറയുന്നു. ഒന്ന്, വല്ലാത്ത നിസ്സംഗതയും അമിത വൈകാരികതയും. നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ഫീലിങ്സാണ്, ഭയങ്കര ഫീലിങ്സാണ്. ഫീലിങ്സ് ലെവലിലാണ് ഇപ്പം എല്ലാം. എനിക്ക് ഫീലായി എന്ന് പറയും. എന്നാൽ ഇവളുമാർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എത്രമാത്രം മാതാപിതാക്കളെ, കുടുംബത്തിലുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, അതൊരു വിഷയമല്ല. ആ ഒരു വിഷയം വരുമ്പോൾ നിസ്സംഗതയാണ്. ഒരു വിധത്തിലും ബാധിക്കാത്ത രീതിയിൽ ഞാൻ മൂലം അവരൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെ മീതെ നിസ്സംഗരായിരിക്കുകയും മറ്റുള്ളവർ മൂലം നമുക്കുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകളിൽ അമിതമായി ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ഫീലിങ്സ് ലെവലിലൊക്കെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അതിനാണ് സുവിശേഷത്തിൽ കർത്താവ് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ഈ തലമുറ എന്തിനോട് ഞാൻ ഉപമിക്കും? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ കുഴലൂതിയത്തിട്ട് നിങ്ങൾ നൃത്തം ചെയ്തില്ല. അതാണ് വലിയ വിഷമം. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എന്താ പറയുക, അച്ഛൻ ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിനാ? ഒരു പെങ്കൊച്ചുമായിട്ട് ലൈനായിട്ട് 2 മാസമായി. ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് എടുക്കണില്ല, എനിക്ക് പുറങ്ങാൻ പറ്റുന്നില്ല. വിളിച്ചുകൊണ്ടിരിക്കുക, ഇവൻ്റെ ആവും പകലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. അവൾ ഇവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത്, ഇവർ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. ഇവിടെ അവൾ എടുക്കുന്നില്ല അച്ഛാ, ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ? അവൾ ഫോൺ എടുക്കാനായിട്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ അവളെ വിളിക്കാൻ നിർത്തിയിട്ട് കർത്താവിനെ വിളിക്കാൻ പറഞ്ഞു. ഇതിനല്ലാതെ എന്താ പറയാൻ ഇങ്ങനെയുള്ള കേസുകൾ? ഇവരെന്നെ ഇങ്ങനെ നിരന്തരം നമ്മളിങ്ങനെ എപ്പോഴും മെസ്സേജ് ഇളക്കി ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ശുശ്രൂഷയിലായിരിക്കും, പരിപാടിയിലായിരിക്കും, ഇവൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. അവസാനം നമ്മളും അവനെ ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ എന്നെ വിളിക്കാതെ നീ കർത്താവിനെ വിളിക്കുക. അവളെ വിളിക്കാൻ നിർത്തിയിട്ട് നീ ദൈവത്തെ വിളിക്കാൻ പറഞ്ഞു. എന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യങ്ങളെ പ്രതി വൈകാരികതയിൽ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് ഏതാണ്ട് നമ്മൾ പറയില്ലേ, ഇപ്പം ഈ അടുത്ത് വരുന്ന ധ്യാനങ്ങൾക്കൊക്കെ വരുന്ന എല്ലാ യുവജനങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇതേ പ്രശ്നം തന്നെ. ആരുടെയെങ്കിലും ഇന്നൊക്കെ തേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അച്ഛാ, ഞാനിപ്പോൾ ധ്യാനം കൂടാൻ വന്നതിന് കാരണം ഇതാണ്. അപ്പം അതിൻ്റെ പേരിൽ വല്ലാതെ മാനസിക അസ്വസ്ഥതയിലും വിഷമത്തിലും സങ്കടത്തിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അപ്പം നമുക്കൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ വൈകാരികമായി അസ്വസ്ഥരാകുകയും നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ആലോചന കൊണ്ടും നമ്മുടെ നിസ്സംഗത കൊണ്ടും കുടുംബത്തിലുള്ളവരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കുണ്ടാകുന്ന വേദനകളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയില്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ. അതാണ് സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ ഈശോ പറയുന്നത്.
വല്ലാതെ നിസ്സംഗരായിട്ടിരിക്കുക. അത് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നിസ്സംഗരാണ്. പിള്ളേരെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. മറ്റുള്ളവരുടെ വേദനയോട് നിസ്സംഗരാണ്. കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളൊരു അവരുടെ അസ്വസ്ഥതകൾ, അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ, ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് വിഷയം എന്താ? നമ്മുടെ വേദനയാണ്, നമ്മുടെ പ്രശ്നം എന്താ? അയ്യോ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കാൻ തീരുമാനം എടുക്കുന്നുണ്ടോ? ഞാൻ ക്ഷമിക്കുന്നുണ്ടോ? ഞാൻ എളിമപ്പെടുന്നുണ്ടോ? ഞാൻ അനുസരിക്കുന്നുണ്ടോ? ഇതല്ല വിഷയം. എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും കരുതുന്നില്ല. അമിത വൈകാരികതയ്ക്ക് അടിമപ്പെട്ടു പോവുകയും അതിനേക്കാൾ ഉപരി അപരൻ്റെ വേദനകളോടും ദൈവത്തോടു പോലും നിസ്സംഗരായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് വായിക്കും നമ്മൾ കാണുകയാണ്, യോഹന്നാനെക്കുറിച്ചും ഈശോയുടെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ യോഹന്നാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി വന്ന് അവർ പറഞ്ഞ് അത് ഇവന് പിശാചുബാധയാന്ന് പറഞ്ഞു. ഈശോ ചുങ്കക്കാരോടൊപ്പം പാപികളോടൊപ്പം അവരോട് ചേർന്നിരുന്ന് സുവിശേഷം പറഞ്ഞ് ഇവൻ ഭോജനപ്രിയനാന്ന് പറഞ്ഞു. ഒറ്റ വാക്കിൽ നമുക്കിതിനെ ഉത്തരം പറയാൻ പറ്റില്ല. നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാനായിട്ട് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളതിന് എന്ത് കാരണവും കണ്ടുപിടിക്കും. മാനസാന്തരത്തിനും അനുതാപത്തിനും നമ്മൾ വിളിക്കുന്ന ഒരു വിഷയം, അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് നമ്മളതിനെ ഒഴിവാക്കും, നമ്മളതിനെ വിമർശിക്കും. അതിന് ഒരു സംശയമില്ല. കാരണം എന്താ? നമ്മൾ മാറാൻ തയ്യാറല്ല. നമ്മൾ തിരുത്തപ്പെടാൻ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പറയുന്ന കാര്യങ്ങളോടൊക്കെ നമ്മൾ വിമർശനാത്മകമായൊരു നിലപാടെടുക്കും. അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അല്ല ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാപത്തെയോ ഒരു തെറ്റിനെയോ വീട്ടുകാരോ കുടുംബക്കാരോ മറ്റാരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെയും വിമർശിക്കും. നമ്മൾ അങ്ങനെ വിമർശനാത്മകമായിട്ടാണ് നമ്മൾ എല്ലാ അനുഭവം. എന്നാൽ നമ്മളിലേക്ക് നോക്കാനും യോഹന്നാൻ അനുതാപത്തിൻ്റെ സുവിശേഷവുമായിട്ട് വന്നു, മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവന് പിശാചുബാധ എന്ന് പറഞ്ഞു. ഈശോ പാപികളോടും ചുങ്കക്കാരോടൊപ്പം ഇറങ്ങി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടുത്തു. ഭോജനപ്രിയനാന്ന് പറഞ്ഞു. അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അതാണ് ഇതിൻ്റെ കാതലായ സന്ദേശം. ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്താണ് ഒറ്റ വാക്യം പറഞ്ഞാൽ, ജ്ഞാനം അതിൻ്റെ മക്കളാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, മക്കളെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണോ, നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണോ, അങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ വെളിപ്പെടുത്തലുകളും മറ്റുള്ളവരും. അപ്പോൾ സുവിശേഷ സത്യമാണോ? ഈശോ പ്രഘോഷിച്ചതും യോഹന്നാൻ പറഞ്ഞതുമായ വിഷയങ്ങൾ എത്ര കണ്ട് സത്യമാണെന്ന് മക്കളായ നമ്മളിലൂടെയാണ് വെളിപ്പെടുത്തപ്പെടേണ്ടത്. ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ ഇതിനെ വൈകാരികമായി കണ്ടാലും കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെട്ട പരിശുദ്ധമായ സ്നേഹം സത്യമാണെന്നും ഈശോ സത്യമാണെന്നും അവൻ നിത്യസത്യമാണെന്നും നമ്മെ മരണത്തിന് ശേഷം വിധിക്കുന്നതും അവൻ തന്നെയാണെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്? അത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുക, ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് ഇത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രഖ്യാപിക്കുന്നതൊക്കെ സത്യമാണെന്ന് തെളിയിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രവൃത്തികളാലാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം നമ്മളെ ഭരിക്കുമ്പോൾ അമിതമായ ആകുലതകൾക്കും വൈകാരികതകൾക്കും അപ്പുറമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ മാറ്റങ്ങൾ അനുവദിക്കാൻ നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് സാധ്യമാണ്. അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.